പെസഹായ്ക്ക് പ്രധാനമായിട്ടും 3 അപ്പം ആണുള്ളത്. 3 അപ്പം. ഇത് പുളിപ്പില്ലാത്തതാണ്. മാത്രമല്ല, മാവ് എടുത്തതിന് ശേഷം 18 മിനിറ്റിനകത്ത് ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. സ്തോത്രം. ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കണം അപ്പം. എന്തേ പൊങ്ങുള്ളൂ? പുളിച്ചതേ പൊങ്ങുള്ളൂ അല്ലേ? ഇതൊരു പെസഹായുടെ സെഡറിൽ 3 എണ്ണം കാണും. 3 എണ്ണം 3 എടുത്തായിട്ടല്ല വെക്കുന്നത്, ലെയറായിട്ടാണ് വെക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്ന്, അതിന് മുകളിൽ മറ്റൊന്ന്, 3 ആയിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. ഈ 3 അപ്പത്തിനും പേരുണ്ട്. സ്തോത്രം. ഏറ്റവും ബോട്ടത്തിലിരിക്കുന്നതിന് ഇസ്രായേൽ എന്ന പേര്. ഇസ്രായേൽ. അതിൻ്റെ മുകളിലിരിക്കുന്നതിന് ലേവി എന്ന പേര്. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നതിന് കോഹൻ എന്ന പേര്. മനസ്സിലായല്ലോ? സ്തോത്രം. 3 അപ്പത്തിന് 3. ഇതിനെ വീണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ത്രിയേക ദൈവത്തെ, ട്രിനിറ്റി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി. സ്തോത്രം. അപ്പം ഇതിനകത്തുനിന്ന് ഒരു അപ്പം എടുത്ത് ബ്രേക്ക് ചെയ്യും. ഏതപ്പവും എടുത്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ഏതാ എടുത്ത് ബ്രേക്ക് ചെയ്യുന്ന അറിയാവോ? സെക്കൻഡ് ലേവിയാണ് എടുത്ത് ബ്രേക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ മച്ച. മച്ച എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? അൺലീവൻഡ് ബ്രെഡ് എന്നർത്ഥം. മച്ച, അൺലീവൻഡ് ബ്രെഡ്. അപ്പം ഈ മിഡിൽ മച്ച എടുത്തിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ 3 അപ്പവും എന്ന് പറഞ്ഞാൽ 2 മുഴുവനായിട്ടുള്ള ബ്രേക്ക് ആകാത്ത അപ്പവും അതിനിടയിൽ ബ്രേക്ക് ചെയ്ത സ്മോൾ പീസും കൂടെ ഉള്ള അപ്പത്തെ ജൂയിഷ് പുരോഹിതൻ എടുത്ത് വാഴ്ത്തും. സ്തോത്രം. കർത്താവ് ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എടുത്തു എന്ന് വായിക്കുകയാണ്. ഏതാ ഈ അപ്പം എന്നറിയാമോ? ഈ മിഡിൽ മച്ച ബ്രേക്ക് ചെയ്തതിൻ്റെ വലിയ പീസ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ സാധനം എടുക്കുന്നത്. സ്തോത്രം. ഇത് തൃത്വത്തിൽ 2ാമത്തേതാണ് അല്ലേ? മേളിൽ നോക്കിയാലും താഴെ നോക്കിയാലും. 53-ാം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രേക്കാകാൻ പോകുന്നത് ആരാണ് എന്നുള്ളത്. യേശു ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മച്ച, അഫിക്കമാൻ ബ്രെഡ്, അതെടുത്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. സ്തോത്രം. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ.